ഗോകുലം ഗോപാലനും ഭാര്യയ്ക്കുമെതിരെ ചിട്ടിത്തട്ടിപ്പിനും വ്യാജരേഖ നിർമ്മിച്ചതിനും കേസെടുത്ത കോടതി. ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ അടക്കം ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നിരവധി പരാതികളുണ്ട് എങ്കിലും ഇപ്പോൾ പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് ബഷീറിന്റെ പരാതിയിലാണ് പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതി നടപടിയെടുത്തിരിക്കുന്നത്. പരാതിക്കാരൻ രേഖകൾ സഹിതം പറയുന്നത് വ്യാജ സീലും വ്യാജ ഒപ്പുമടക്കം വ്യാജരേഖ നിർമ്മിച്ച് ചതിച്ചുവെന്നും ഗോകുലം കമ്പനിയാണ് ഇത് ചെയ്തത് എന്നുമാണ്. ഗോകുലം ഗോപാലനും ഭാര്യയും അടക്കം ഗോകുലം ചിറ്റ് ഫണ്ടിന്റെ ഡയറക്ടർമാരെല്ലാം കേസിൽ പ്രതികളാണ്. ഇതേസമയം തന്നെ തിരുവനന്തപുരത്തെ ബിസിനസ്സുകാരനായ ജിജി ഗ്രൂപ്പ് ഉടമ ഗോപാലകൃഷ്ണപിള്ളയെ ചതിച്ചു എന്ന വിവരങ്ങളും വരുന്നു. ഗോകുലം ഗോപാലൻ ജിജി ഗ്രൂപ്പ് ഉടമ ഗോപാലകൃഷ്ണപിള്ളയെ സഹായിക്കാം എന്ന് പറഞ്ഞ് ജിജി ഗ്രൂപ്പിന്റെ 150 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയെന്ന ആരോപണം വരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനോ സത്യാവസ്ഥ എന്തെന്നോ പറയാൻ ജിജി ഗ്രൂപ്പ് ഉടമ ഗോപാലകൃഷ്ണപിള്ള ലഭ്യമല്ല. അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട ജയിലിലാണുള്ളത്. തിരുവനന്തപുരത്തുള്ള ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ജിജി ഗ്രൂപ്പ് ഉടമ ഗോപാലകൃഷ്ണപിള്ളയുടെ 150 കോടി രൂപയുടെ സ്വത്തുക്കളാണ് നഷ്ടപ്പെട്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ ജിജി ഗ്രൂപ്പ് ഉടമ ഗോപാലകൃഷ്ണപിള്ള ഗോകുലം ഗോപാലനെ സഹായിക്കുകയായിരുന്നു. സഹായവും മറ്റും വാഗ്ദാനം ചെയ്തുവെങ്കിലും ജിജി ഗ്രൂപ്പ് ഉടമ ഗോപാലകൃഷ്ണപിള്ള ജയിലിലുമായി. അദ്ദേഹത്തിന്റെ 150 കോടിയുടെ സ്വത്തുക്കളും തിരുവനന്തപുരത്തെ ജിജി ഹോസ്പിറ്റലും എല്ലാം നഷ്ടമാവുകയായിരുന്നു. ഇപ്പോൾ ഗോകുലം ഗോപാലനും കുടുംബത്തിനുമെതിരെ കോടിയിലധികമുള്ള തട്ടിപ്പ് ആരോപിച്ചാണ് കേസുള്ളത്. അതായത് പരാതിക്കാരൻ ഗോകുലം ചിറ്റ് ഫണ്ട്സിന്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ നിന്ന് ചിട്ടിയെടുത്തിരുന്നു. ഇതിൽ 48 ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളതെന്ന് ബഷീറും 98 ലക്ഷം രൂപ അടയ്ക്കാനുണ്ടെന്ന് ഗോകുലവും പറഞ്ഞതോടെ ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കവെ തെളിവായി ഗോകുലം സമർപ്പിച്ച ചില രേഖകൾ വ്യാജമാണ് എന്ന് കണ്ടതോടെയാണ് ബഷീർ പരാതി നൽകിയത്. കേസിൽ രേഖകൾ പരിശോധിച്ച ശേഷമാണ് കോടതി ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. മുൻപ് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ഗോകുലം ഗോപാലിനെതിരെ രംഗത്ത് വന്നിരുന്നു. അന്നും ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയത് സാമ്പത്തിക ക്രമക്കേടും മറ്റുമായിരുന്നു. ചിട്ടിയുടെ മറവിലും സാമ്പത്തിക ബിസിനസിന്റെ മറവിലും ഗോകുലം ഗോപാലൻ 300 കോടിയുടെ സ്വത്ത് 25 കോടിക്ക് തട്ടിയെടുത്തു എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അന്ന് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ ആരോപണങ്ങൾ ഇപ്രകാരമായിരുന്നു: പാവപ്പെട്ടവന് പലിശയും കൂട്ടുപലിശയും ചേർത്ത് കോടികളുടെ കടബാധ്യതയുണ്ടാക്കി 1 കോടി രൂപ പോലും നൽകാതെ ഭൂമി സ്വന്തമാക്കിയതാണ് ഗോകുലം ഗോപാലൻ. ഞാൻ ചില കഥകൾ കേരളത്തിലെ ജനങ്ങളോട് എപ്പിസോഡായിട്ട് പറയാൻ പോവുകയാണ് എന്ന് ഗോകുലം ഗോപാലൻ തന്നെ ആക്രമിക്കുകയാണ് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. പകവരാനുള്ള കാരണം പ്രധാനമന്ത്രി കേരള സന്ദർശനം നടത്തിയ സമയത്ത് വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ ചില നല്ല പ്രവൃത്തികൾ എടുത്ത് പറയുകയുണ്ടായി. അതിനുശേഷമാണ് തന്നെ ആക്രമിക്കാൻ തുടങ്ങിയത് എന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ചെന്നൈയിലുള്ള മലയാളി ക്ലബിന്റെ 2 തവണ പ്രസിഡന്റ് ആയിരുന്നു ഗോകുലം ഗോപാലൻ. അവർക്കുണ്ടായിരുന്ന കടബാധ്യത ഏറ്റെടുത്ത് കുറി കമ്പനിയിലെ പലരെയും അവിടെ ജീവനക്കാരാക്കാൻ ശ്രമിച്ചു. 300 കോടി ആസ്തിയുള്ള കമ്പനി 25 കോടിക്ക് ഏറ്റെടുക്കാം എന്ന് പറയാൻ അദ്ദേഹം ഉണ്ടാക്കിയതല്ലോ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മലയാളികൾക്കുള്ള ക്ലബിനെ അദ്ദേഹം സ്വന്തമാക്കാൻ ശ്രമിച്ചത് എന്നും ആരോപിച്ചിരുന്നു. കൂടാതെ റിപ്പോർട്ടർ ചാനലിന്റെ ബിനാമി നിക്ഷേപകൻ ഗോകുലം ഗോപാലൻ എന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. റിപ്പോർട്ടർ ചാനലിന്റെയും 24 ന്യൂസിന്റെയും ഉടമസ്ഥർ ഒന്നാണ് എന്നും ആരോപണം ഉയർത്തിയിരുന്നു. എന്തായാലും ഗോകുലം ഗോപാലന്റെ നിക്ഷേപവും പരസ്യവും സ്വീകരിക്കുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ ഗോകുലത്തിനെതിരെ എടുത്ത കേസുകളുടെ വാർത്തകൾ മറച്ചുവെക്കുകയും കൊടുക്കാതിരിക്കുകയുമാണിപ്പോൾ. കോടതി പറഞ്ഞിട്ടും ചാനലുകാർ വാർത്ത നൽകുന്നുമില്ല. ന്യൂസ് ഡെസ്ക് കർമാനസ്.